നിയമരംഗം. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ആക്ട് അഥവാ ബാലനീതി നിയമം 2015. ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് റോഷൻ ജബിൻ MP സംസാരിക്കുന്നു. ലിസൺ ടു ദ ഫ്യൂച്ചർ, ഭാവിയെ കേൾക്കുക. 2024 ലോക ശിശുദിനത്തിൽ യൂണിസെഫ് മുന്നോട്ട് വെച്ച ഈ പ്രമേയം തീർത്തും കാലിക പ്രസക്തമാണ്. കേൾവിക്കാരില്ലാതെ ഇത്തരത്തിൽ നിശബ്ദമാക്കപ്പെടുന്ന നാളെയുടെ ശബ്ദങ്ങൾക്ക് കാതോർക്കാനാണ് ഇന്ത്യയിലെ ബാലാവകാശ സംരക്ഷണ നിയമങ്ങൾ ശ്രമിക്കുന്നത്. അതിനുത്തമ ഉദാഹരണമാണ് ബാലാവകാശ നിയമം 2015. സെക്ഷൻ 2(12) ഓഫ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ചൈൽഡിനെ നിർവചിക്കുന്നത് 18 വയസ്സ് പൂർത്തിയാകാത്ത വ്യക്തി എന്ന നിലയിലാണ്. എന്നാൽ സെക്ഷൻ 2(35) ജുവനൈലിനെ 18 വയസ്സിന് താഴെയുള്ള കുട്ടി എന്നു മാത്രമാണ് നിർവചിച്ചിട്ടുള്ളത്. ഒരു കുട്ടി ജുവനൈലാകുന്നത് അവനൊരു നിയമം ലംഘിക്കുമ്പോഴാണ്. പ്രധാനമായും 2 ഗണത്തിൽപ്പെട്ട കുട്ടികളെക്കുറിച്ചാണ് ബാലാവകാശ നിയമം 2015 പ്രതിപാദിക്കുന്നത്. ആദ്യത്തേത് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി. വ്യത്യസ്ത സാമൂഹിക അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ ചിലപ്പോഴെല്ലാം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ജീവിത സാഹചര്യം, കുടുംബാന്തരീക്ഷം, ദാരിദ്ര്യം, വിദ്യാഭ്യാസ ലഭ്യതയുടെ അഭാവം, അനാഥത്വം തുടങ്ങി നിരവധി ഘടകങ്ങൾ ഇതിന് കാരണമായേക്കാം. ഇത്തരം കുട്ടികളുടെ പരിചരണം, സംരക്ഷണം, വികസനം, ചികിത്സ, സാമൂഹിക പുനരധിവാസം, കുട്ടിയെന്ന പരിഗണന ഇവയെല്ലാം ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ബാലസൗഹൃദമായിട്ടുള്ള കോടതി നടപടികൾ കൂടി കൊണ്ടുവരാൻ ഒരു ശ്രമവും നിയമത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാവുന്നതാണ്. ബാലനീതി നിയമം 2015 4 മുതൽ 26 വരെയുള്ള വകുപ്പുകൾ പ്രകാരം നിയമവുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്ത കുട്ടികളുടെ പുനരധിവാസത്തിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള സംവിധാനമാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. 3 അംഗങ്ങളടങ്ങുന്ന ഈ സംവിധാനത്തിൽ അതാത് ജില്ലകളിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് ചെയർപേഴ്സണായി നിലകൊള്ളുന്നത്. 2 സാമൂഹിക പ്രവർത്തകർ കൂടി അംഗങ്ങളായ ഈ ബെഞ്ചിൽ ഒരു വനിതയുടെ പ്രാതിനിധ്യം നിർബന്ധമാണ്. നിയമവുമായി പൊരുത്തപ്പെടാനാകാത്ത കുട്ടിയെ കസ്റ്റഡിയിലെടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. ബാലനീതി നിയമത്തിലെ സെക്ഷൻ 4(1) പ്രകാരം നിയമവുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്ത കുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാനും തീർപ്പു കൽപ്പിക്കുന്നതിനുമുള്ള പൂർണ്ണമായ അധികാരം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ നിക്ഷിപ്തമാണ്. ബാലനിയമം 2015 രണ്ടാമതായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളിലാണ്. ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. അനാഥരും സാമൂഹികമായി പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ആയ കുട്ടികളാണിവർ. ബാലവേല ചെയ്യുന്നവർ, ശൈശവ വിവാഹത്തിന് ഇരയാക്കപ്പെട്ടവർ, ഭിക്ഷാടനം നടത്തുന്നവർ, എയ്ഡ്സ് ബാധിതരായ കുട്ടികൾ, ശാരീരികമായോ ലൈംഗികമായോ പീഡനത്തിനിരയായവർ, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാക്കപ്പെട്ടവർ, രക്ഷിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, സമ്മർദ്ദത്തിൽ അകപ്പെട്ടു പോകുന്ന കുട്ടികൾ എന്നിവരാണ് ഈ ഗണത്തിൽപ്പെടുന്നവർ. ഇത്തരത്തിൽ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമായ കുട്ടികൾക്കായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളും CWC എല്ലാ ജില്ലകളിലും സ്ഥാപിക്കാനായി ഈ നിയമം നിർദ്ദേശിക്കുന്നു. ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. ചെയർപേഴ്സൺ കുട്ടികളുടെ അവകാശ സംരക്ഷണ മേഖലകളിൽ പ്രവർത്തിച്ചു പരിചയമുള്ള വ്യക്തിയായിരിക്കണം. 4 അംഗങ്ങളിൽ ഒരാളെങ്കിലും സ്ത്രീ ആയിരിക്കണം എന്നൊരു നിബന്ധനയും നിയമം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അതേ അധികാരങ്ങളായിരിക്കും ഇത്തരത്തിൽ രൂപീകരിക്കപ്പെടുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾക്ക് നൽകിയിട്ടുള്ളത്. കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാക്കുന്ന കുട്ടികളെ സ്വീകരിക്കുക, ഹാജരാക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുക, കുട്ടികളുടെ സംരക്ഷണത്തിന് വെല്ലുവിളി ഉയർത്തുന്ന സന്ദർഭങ്ങളിൽ അന്വേഷണം നടത്തുക, ശിശു സൗഹൃദ അന്തരീക്ഷം കമ്മിറ്റിയിൽ ഉറപ്പുവരുത്തുക, ആവശ്യമെങ്കിൽ ഹാജരാകുന്ന കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി പ്രായം സ്ഥിരീകരിക്കുക, കാണാതെ പോയ കുട്ടികളെ കണ്ടെത്തി വീടുകളിൽ തിരിച്ചേൽപ്പിക്കുക എന്നിവ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പ്രധാന ദൗത്യങ്ങളാണ്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് പുറമെ നിയമം നിർദ്ദേശിക്കുന്ന സംവിധാനങ്ങളിൽ പെട്ടതാണ് അഡോപ്ഷൻ, ഫോസ്റ്റർ കെയർ, സ്പോൺസർഷിപ്പ്, ഷെൽട്ടർ ഹോം, പ്ലേസ് ഓഫ് സേഫ്റ്റി, സ്പെഷ്യൽ ഹോം, ഒബ്സർവേഷൻ ഹോം, ചിൽഡ്രൻസ് ഹോം, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് എന്നിവ.
ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി കൺവെൻഷനുകളും റൂളുകളും നിലനിൽക്കുന്നുണ്ട്. കൺവെൻഷൻ ഓൺ റൈറ്റ് ഓഫ് ചൈൽഡ് (CRC), UN സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജുവനൈൽ ജസ്റ്റിസ് ബെയ്ജിംഗ് റൂൾ, UN റൂൾ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ജുവനൈൽ ഡിപ്രൈവ്ഡ് ഓഫ് ദെയർ ലിബർട്ടി 1919, ഹേഗ് കൺവെൻഷൻ ഓൺ പ്രൊട്ടക്ടിംഗ് കോപ്പറേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇന്റർ കമ്മ്യൂണിറ്റി അഡോപ്ഷൻ 1993 എന്നിവ ഇതിൽ പ്രധാനമാണ്. ഇന്ത്യയിലെ ബാലാവകാശ നിയമങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് 1986 ബാലാവകാശ നിയമത്തിലാണ്. അതുവരെ ചില സംസ്ഥാനങ്ങൾ അവർക്കു മാത്രമായി നിർമ്മിച്ചിരുന്ന ബാലാവകാശ നിയമങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കായി നിർമ്മിച്ച ബാലനിയമവും മാത്രമായിരുന്നു നിലനിന്നിരുന്നത്. ഷീല ബാസെ ആൻഡ് ഒതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ഒതേഴ്സ് 1986. ഏകീകൃത ബാലനിയമത്തിന്റെ ആവശ്യകതയും പ്രസക്തിയും സുപ്രീം കോടതി പരാമർശിക്കുകയുണ്ടായി. 1986 ബാലനിയമപ്രകാരം 16 വയസ്സിനു താഴെയുള്ള ആൺകുട്ടിയെയും 18 വയസ്സിനു താഴെയുള്ള പെൺകുട്ടിയെയുമായിരുന്നു ജുവനൈലായി പരിഗണിച്ചിരുന്നത്. എന്നാൽ 1989 UN കൺവെൻഷൻ ഫോർ റൈറ്റ് ഓഫ് ചൈൽഡ് 18 വയസ്സിനു താഴെയുള്ള എല്ലാവരെയും ലിംഗവ്യത്യാസമില്ലാതെ ജുവനൈലായി പ്രഖ്യാപിച്ചു. ഈ ചുവടുപിടിച്ച് 2000 ബാലാവകാശ നിയമം കുറ്റകൃത്യം ചെയ്യുമ്പോൾ 18 വയസ്സിന് താഴെയുണ്ടായിരുന്ന കുട്ടി എന്ന നിർവചനത്തിലേക്ക് ജുവനൈലിനെ മാറ്റിയെഴുതി. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച 2012 നിർഭയ കേസ് ബാലാവകാശ നിയമത്തിലെ ജുവനൈലിന്റെ പ്രായപരിധിയെ ശക്തമായ പുനർവിചിന്തനത്തിന് പാത്രമാക്കി. തൽഫലം 2015 ബാലാവകാശ നിയമത്തിൽ 15-ാം വകുപ്പ് പ്രകാരം 16 വയസ്സിന് മുകളിലുള്ള കുട്ടിയുടെ മേൽ ഗുരുതരമായ കുറ്റകൃത്യം ആരോപിക്കപ്പെടുമ്പോൾ ശാരീരികവും മാനസികവുമായ ശേഷി വിലയിരുത്താൻ ഒരു പ്രാഥമിക വിശകലനം പ്രൈമറി അനാലിസിസ് നടത്താനുള്ള അധികാരം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് നൽകി. ഇത്തരത്തിലുള്ള ശേഷി ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കുട്ടികളുടെ കോടതിയിലേക്ക് ഈ കേസ് മാറ്റാൻ ഉത്തരവിറക്കാവുന്നതാണ്. 2015 ബാലാവകാശ നിയമം ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട് നിയമവ്യവസ്ഥകളിൽ സാരമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുവരെ എക്സിക്യൂട്ടീവ് ബോഡി മാത്രമായി നിലനിന്നിരുന്ന സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി CARAക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി നൽകി. ഇന്ത്യയിൽ എല്ലാ ആഭ്യന്തര അന്തർദേശീയ ദത്തെടുക്കലുകൾ ഇന്ന് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ നിയന്ത്രണത്തിലാണ്. 2015 വരെ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956 പ്രകാരവും 2021 ബാലാവകാശ ഭേദഗതി ഏറെ നിർണായകമായ ഒന്നായിരുന്നു. ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമായ കുട്ടികൾക്ക് അടിയന്തര നിയമസഹായം ഉറപ്പുവരുത്തുന്നതിനായി ബാലാവകാശ നിയമത്തിനു കീഴിൽ രൂപീകരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ചൈൽഡ് ലൈൻ. 24 മണിക്കൂറും 365 ദിവസവും ഈ ഫോൺ കോൾ സേവനം ലഭ്യമാണ്. 1098 എന്ന 4 അക്കങ്ങൾ അടിയന്തര ആവശ്യങ്ങൾക്കായുള്ള താൽക്കാലിക പ്രതികരണത്തിനപ്പുറം ദീർഘകാല ശ്രദ്ധയും സംരക്ഷണവും ഉൾപ്പെടെയുള്ള സേവനങ്ങളിലേക്ക് തുറക്കുന്ന ഒരു രക്ഷാജാലകമാണ്. ഇന്ത്യയുടെ അടിസ്ഥാന നിയമ സംഹിതയായ ഇന്ത്യൻ ഭരണഘടന കുട്ടികളുടെ സമ്പൂർണമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി സസൂക്ഷ്മമായ നിലപാടാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ആർട്ടിക്കിൾ 15 ക്ലോസ് 3 ബാലാവകാശ സംരക്ഷണത്തിനും പുരോഗതിക്കുമായി നിയമനിർമ്മാണം നടത്താനുള്ള പ്രത്യേക അധികാരം നൽകുമ്പോൾ ആർട്ടിക്കിൾ 39 ക്ലോസ് കുട്ടികളെ ദുരുപയോഗത്തിന് വിധേയമാക്കാതെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിൽ നിക്ഷിപ്തമാക്കുന്നു. 39 ക്ലോസ് Fൽ ആരോഗ്യപരമായ വളർച്ചയും സ്വാതന്ത്ര്യവും മാന്യവുമായ സാഹചര്യത്തിൽ വളരാനുള്ള അവസരവും ഉറപ്പുവരുത്തുന്നു. ഇത്തരത്തിലുള്ള സംരക്ഷണ നിയമങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ അവകാശങ്ങളുടെ തണലേൽക്കാതെ പൊലിയുന്ന നിർമ്മല ബാല്യങ്ങൾ ഏറെയാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിടുന്ന കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. നിസ്സഹായരായ ബാല്യങ്ങൾക്ക് നിയമം നൽകുന്ന പരിരക്ഷ പ്രാപ്യമാക്കണമെങ്കിൽ സമൂഹം കൂട്ടായി തീർക്കുന്ന സഹകരണത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും കരവലയം ആവശ്യമാണ്. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ആക്ട് അഥവാ ബാലനീതി നിയമം 2015. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് റോഷൻ ജബിൻ MP. നിയമരംഗം സമാപിക്കുന്നു.